നിങ്ങൾ കേരളത്തിന്റെ മാപ്പിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ കടലോരമുള്ളത് സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഇതുപോലുള്ള മുനമ്പുകൾ ധാരാളമുള്ളതായി കാണാം. എന്നാൽ അതുപോലെ നിഗൂഢതയുള്ള മറ്റൊരു കാര്യം, ഈ മുനമ്പിന്റെ അടുത്തെത്തുമ്പോൾ ഇവിടെയുള്ള പുഴകളെല്ലാം ഒരു ഷാർപ്പ് ടേൺ എടുത്ത് കടലിന് സമാന്തരമായി ഒഴുകുന്നത് കാണാം. ബേക്കൽ കോട്ടയുടെ അടുത്തുള്ള ചിത്താരിപ്പുഴയാവട്ടെ, ഏഴിമലയുടെ അടുത്തുള്ള കുപ്പംപുഴയാവട്ടെ, കണ്ണൂർ മുനമ്പിന്റെ അടുത്തുള്ള കാനാമ്പുഴയാവട്ടെ, കേരളത്തിൽ എവിടെയെല്ലാം ഇതുപോലത്തെ മുനമ്പുണ്ടോ അവിടെയെല്ലാം പുഴകളും ഇതുപോലെ വഴിതിരിഞ്ഞു പോകുന്നുണ്ട്. കോടിക്കണക്കിന് വർഷം മുമ്പ് ഇങ്ങനെയൊരു മുനമ്പ് ഇവിടെ ഇല്ല. പകരം അവിടെ കര തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായി മണ്ണിടിഞ്ഞ് കടലിൽ മുങ്ങുകയാണ് ചെയ്തത്. കേരളം ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറൻ കടൽ തീരത്താകെ ഇങ്ങനെയുള്ള മുനമ്പുകൾ കാണാം. ഇന്ത്യ ഒരു ദ്വീപായിരുന്ന കാലത്ത് അന്ന് വടക്കോട്ട് ചലിക്കുന്ന ആഫ്രിക്കൻ പ്ലേറ്റായുള്ള ഞെരുക്കം കൊണ്ടായിരിക്കാം ഈ മുനമ്പും മണ്ണും ഉയർന്നു വന്നത്. ഇങ്ങനെ ഉയർന്നു വന്ന മണ്ണ് ഉറച്ചപ്പോഴാണ് പുഴയെ തടഞ്ഞു നിർത്തുന്നതും കടലിന്റെ സമാന്തരമായി പുഴയെ വഴിമാറ്റി ഒഴുക്കിവിടുന്നതും.